സഹകരണ മേഖലയിൽ ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയെക്കുറിച്ച് സംസാരിച്ച് കേരള എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി എം ലിജു. ഇതുവരെ ലഭ്യമാകുന്ന കണക്കുകൾ പ്രകാരം 100 കോടിയിൽ പരം രൂപയുടെ സെറ്റിൽമെന്റുകൾ നടന്നിട്ടുണ്ടെന്ന് വാർത്താസമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞു. ഈ പദ്ധതി കൂടുതൽ സുഗമമാക്കുവാനും കൂടുതൽ ജനങ്ങളിലെത്തിക്കുവാനും ആവശ്യമായ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. സഹകരണ മേഖലയിൽ ജനങ്ങളെ സംബന്ധിച്ച് വായ്പ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ പലപ്പോഴും ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കാത്തതുകൊണ്ട് നിരവധി നിവേദനങ്ങൾ ജനപ്രതിനിധികൾക്കും സഹകരണ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ തനിക്കും വരുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. കൂടുതൽ ഫലപ്രദമായി ആനുകൂല്യങ്ങൾ വായ്പക്കാർക്ക് ലഭ്യമാക്കുന്നതിനു വേണ്ടി എംപിമാരെയും MLA-മാരെയും കൂടി ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാക്കുവാൻ ആവശ്യമായ തീരുമാനം സഹകരണ വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. ആശ്വാസിന്റെ വ്യവസ്ഥകൾ ലഘൂകരിച്ചുകൊണ്ട് വിവിധ തല കമ്മിറ്റികൾ ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുകയുണ്ടായി. അതിൽ സംഘം തലത്തിൽ നടക്കുന്ന സംഘതല കമ്മിറ്റികൾക്ക് 25% വരെ പലിശയിളവ് നൽകാനുള്ള അധികാരം നൽകിയിട്ടുണ്ട്. സംഘത്തിനു മുകളിൽ AR തലത്തിൽ സമിതി രൂപീകരിച്ച് ആ സമിതിയിൽ MLA-മാരെ കൂടി ഉൾപ്പെടുത്തി. അപ്പോൾ MLA-മാർക്ക് അദാലത്തുകളിൽ നേരിട്ട് പങ്കെടുത്ത് 35% വരെ, ഇപ്പോൾ പ്രാഥമിക സംഘം അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ 35% വരെ ഇളവ് നൽകാനുള്ള അധികാരം AR തല കമ്മിറ്റിക്ക് നൽകിയുണ്ടായി. അതിന് മുകളിൽ ജോയിൻ്റ് രജിസ്ട്രാർ തലത്തിൽ 50% വരെ പലിശ ഇളവ് നൽകാനുള്ള അധികാരം ജോയിൻ്റ് രജിസ്ട്രാർ തല കമ്മിറ്റികൾക്ക് നൽകി. അതിലും MPമാരെയും MLA-മാരെയും ഉൾപ്പെടുത്തി. സ്വാഭാവികമായി അവരുടെ മുമ്പിൽ വരുന്നിരിക്കുന്ന ജനകീയ വിഷയങ്ങളെ അല്ലെങ്കിൽ വായ്പയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ നേരിട്ട് സംഘങ്ങളുമായി സംസാരിച്ച് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് പരിഹരിക്കാനുള്ളൊരു അവസരമാണ് അത്തരത്തിൽ നൽകിയത്. ഇപ്പോൾ മുൻകാലങ്ങളിൽ അത്തരം ഒരു വ്യവസ്ഥ, അത്തരം ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ MPമാരും MLA-മാരും കൂടി ആയതോടെ ജില്ലാ തലത്തിലും AR തലത്തിൽ നടക്കുന്ന അദാലത്തുകൾ കൂടുതൽ ഇഫക്റ്റീവായി തുടങ്ങി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന മറ്റൊരു പദ്ധതിയാണ് റിസ്ക് ഫണ്ട് പദ്ധതി. നിലവിൽ സഹകരണ സംഘത്തിൽ നിന്നും വായ്പ എടുത്തവർ വായ്പാ കാലാവധിക്ക് മുന്നേ മരണപ്പെട്ടാൽ 3 ലക്ഷം രൂപ വരെയുള്ള വായ്പാ ബാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ പദ്ധതി രൂപപ്പെടുത്തിയിട്ടുണ്ടെന്നും 1 വർഷം വരെ കുടിശ്ശിക ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കുന്ന പദ്ധതിയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മലബാർ ശബ്ദം. ഈ ഓണത്തിന് നിങ്ങളും ട്രെൻഡിംഗ് ആകും. എങ്ങനെയെന്നല്ലേ? ഓണത്തിനൊരുങ്ങാൻ നിങ്ങൾക്കായി ട്രെൻഡിയും ട്രഡീഷണലുമായ വസ്ത്രങ്ങളുടെ വമ്പൻ കളക്ഷനുകളാണ് മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ ശോഭികയിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ ഇനി വൈകിക്കേണ്ട, ഈ ഓണം ശോഭികയ്ക്കൊപ്പം സ്റ്റൈലിഷ് ആക്കൂ. ശോഭിക ട്രെൻഡ് ഓണം, ട്രഡീഷൻ ഓണം. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ്.